എൻ്റെ പുറകിൽ കാണുന്ന ഈ ബ്രഷ് കട്ടർ ഒരെണ്ണം മാത്രം മതി എത്ര വലിയ പുല്ലുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ വെട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. വാക്കല്ല, നമ്മുടെ MDM നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വിശ്വസ്തതയാണ്. നമ്മുടെ മെഷീനിൽ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് സൈഡ് പാക്കും ബാക്ക് പാക്കും ട്രോളി ബ്രഷ് കട്ടറും വരുന്നുണ്ട്. കൂടാതെ മെഷീൻ്റെ കൂടെ അറ്റാച്ച്മെന്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റൗണ്ട് ഷേപ്പ് ബ്ലേഡ് നമുക്ക് നീണ്ടു വളർന്നു നിൽക്കുന്ന ചെറിയ തണ്ടുകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് 2T ബ്ലേഡ്, അതായത് എത്ര വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും നമുക്ക് ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഇടാനുള്ള ബെൽറ്റാണ്. ഇത് നമ്മൾ മെഷീൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബ്രഷ് കട്ടറിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ്. ചെയിൻസോ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ലീഫ് കട്ടർ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗാർഡനൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ബുഷൊക്കെ വെട്ടിയെടുക്കാനും മാത്രമല്ല നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ വെട്ടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ലീഫ് കട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് മറ്റൊരു അറ്റാച്ച്മെന്റ് ആണ്, വാട്ടർ പമ്പ് അറ്റാച്ച്മെന്റ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് വാട്ടർ പമ്പ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഒരു മെഷീൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്ടർ പമ്പിന്റെ ഗുണം കൂടിയാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത അറ്റാച്ച്മെന്റ് ആണ് കപ്പ് ബീഡർ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിലെ ഇപ്പൊ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികളിലെ അടിയിൽ വളർന്നു നിൽക്കുന്ന കളകളൊക്കെ ഇതുകൊണ്ട് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇനി വെട്ടിയെത്തിയും അരിവാൾ ഉപയോഗിച്ച് പുല്ല് കെട്ടി കഷ്ടപ്പെടാതെ നേരിട്ട് വരും നമ്മുടെ MDMലേക്ക്. സ്വന്തമാക്കൂ ഈ ബ്രഷ് കട്ടർ.